ആത്മീയതയുടെ ശക്തിയും ആശയവും ഹിന്ദുമതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. എല്ലാ സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും അത് നിലവിലുണ്ട്. ഒരു അർത്ഥവും ലക്ഷ്യവും ഉള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ അത് നമ്മളിൽ ഐക്യത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ വളർത്തുന്നു. ആത്മീയ ക്ഷേമം നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു. എന്നാൽ ഒരാൾക്ക് അത് എങ്ങനെ നേടാനാകും? നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയതയിലെത്താൻ സഹായിക്കുന്ന ചില വഴികളുണ്ട്. ഈ പ്രക്രിയയിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ലക്ഷ്യവും ഉൾപ്പെടുന്നു. നിങ്ങൾ എല്ലാ വശങ്ങളിലും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആത്മീയ വികാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷം വളർത്താൻ സഹായിക്കും. വിനോദം, പുനരധിവാസം അല്ലെങ്കിൽ ആത്മീയ വികസനം എന്നിവയിൽ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനകളും മറ്റുള്ളവരുമായുള്ള സംസാരവും നമ്മിൽ പരമമായ ശക്തി നിറയ്ക്കുന്നു. ആത്മീയ വളർച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുക്കാവുന്ന ഒന്നല്ല. ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളും വേണ്ടിവരുന്ന ആവർത്തിച്ചുള്ള നിരന്തര പരിശ്രമങ്ങളുടെ ഒരു പ്രക്രിയയും യാത്രയുമാണ് ഇത്. സമാന ചിന്താഗതിക്കാരായ ആളുകൾക്കൊപ്പം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ആത്മീയ ഉന്നതിയിലേക്ക് എത്തിക്കും. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ആത്മീയത കൈവരിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. നിങ്ങൾ സന്നദ്ധ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വളരുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ സമ്പത്തോ കഴിവുകളോ സമയമോ ആകാം. നിങ്ങളുടെ പക്കലുള്ളതും നിങ്ങൾക്ക് കഴിയുന്നതും ആവശ്യക്കാർക്ക് നൽകുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, പെരുമാറ്റം, വ്യക്തിത്വം എന്നിവയിൽ മിതത്വവും പുലർത്തുന്നത് നിങ്ങളുടെ ആന്തരിക ജ്ഞാനം വളർത്താനും ആത്മീയ ഉന്നതി നേടാനും നിങ്ങളെ സഹായിക്കും. സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ഷോപ്പിംഗ് നടത്തുന്നതും പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതും മേക്കപ്പ് ചെയ്ത് നടക്കുന്നതും പ്രശ്നമല്ല. ഇവയെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ ആന്തരികതയുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബാഹ്യ വ്യക്തിത്വത്തെക്കാൾ നിങ്ങളുടെ ആന്തരികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ആത്മീയ വികാസം കൈവരിക്കുന്നതിന് നിങ്ങളുടെ ആത്മീയത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിനായി ദിവസവും 10-20 മിനിറ്റ് നീക്കിവെക്കുന്നത് നിങ്ങളെ നല്ല രീതിയിൽ മാറ്റിയെടുക്കും. ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, സ്വയം അച്ചടക്കം പാലിക്കുക, പഠനം എന്നിങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ ആന്തരിക ജ്ഞാനം നേടാം. നിങ്ങളുടെ ആന്തരിക അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ശ്വസന വ്യായാമങ്ങളുമുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ആത്മീയ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും തുല്യ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ശാരീരികാരോഗ്യം നിങ്ങളുടെ ആത്മീയ വികാസവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ അച്ചടക്കത്തിൻ്റെയോ പരിശീലനത്തിൻ്റെയോ കാര്യത്തിൽ ഇത് ഒരുപോലെ പ്രധാനമാണ്. സാധ്യമായ എല്ലാ തലത്തിലും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹിന്ദുമതത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തെ ക്ഷേത്രത്തോടാണ് ഉപമിക്കുന്നത്. നാം ചെയ്യുന്നതും കഴിക്കുന്നതും സാത്വികമായിരിക്കണം. നന്നായി കഴിക്കുക, കൂടുതൽ വ്യായാമം ചെയ്യുക, ഒരിക്കലും ദുശീലങ്ങളിലേക്ക് വീഴരുത്. പൊതുവെ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുക. സന്തുഷ്ടവും സംതൃപ്തവുമായ ജീവിതത്തിൻ്റെ താക്കോലാണ് പോസിറ്റീവ് ചിന്തകൾ. നിങ്ങൾ പോസിറ്റീവായി കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ആസ്വദിക്കാനാകും. പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയും നിങ്ങൾ സ്വയം കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് ചുറ്റും ഒരു തെറ്റായ അതിര് സൃഷ്ടിക്കുന്നു. ഈ അനാവശ്യമായ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി നേടാൻ പോസിറ്റീവായി തുടരുക. സാഹചര്യങ്ങളെ മികച്ച രീതിയിൽ പുനർനിർമ്മിക്കാൻ പോസിറ്റീവ് ചിന്ത നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾക്ക് ആശ്വാസവും സംതൃപ്തിയും നൽകും.
നിങ്ങൾ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലാതെ നിരാശ തോന്നും. ജീവിതത്തിന്റെ ഉദ്ദേശം നമുക്ക് ജീവിതത്തിന്റെ ദിശകളും അർത്ഥവും നൽകുന്നു. അതിനാൽ നിങ്ങൾക്ക് ആത്യന്തിക സന്തോഷം നൽകുന്ന ഒന്നോ അതിലധികമോ കാര്യങ്ങൾ കണ്ടെത്തുകയും അവ നേടുന്നതിനായി അർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ആത്മീയ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ക്ഷേമം വളർത്താൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വിശ്രമിക്കാനും നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സമയം ലഭിക്കും. നിങ്ങൾക്ക് സമ്മർദ്ദം ഒഴിവാക്കാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.